നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ LDFനെ വിജയിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനങ്ങളാണ് ഇടതുപക്ഷത്തിന്റെ കനകോലുവെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. അതിദാരിദ്ര്യമുക്ത പദ്ധതിക്കെതിരായ മലയാള മനോരമയുടെ വ്യാജ പ്രചരണത്തെയും മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിൽ വിമർശിച്ചു. കഴിഞ്ഞ 10 വർഷത്തെ അനുഭവം വിലയിരുത്തുമ്പോൾ കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ LDFനെ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി വ്യക്തമാക്കി. ആരോഗ്യ വിദ്യാഭ്യാസ രംഗത്തും ജനക്ഷേമ പ്രവർത്തനങ്ങളിലും വികസന പ്രവർത്തനങ്ങളിലും ഉൾപ്പെടെ കേരളത്തിന്റെ ഓരോ രംഗത്തും ഉണ്ടായ മാറ്റം ജനങ്ങളുടെ മനസ്സിൽ ഉണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഞങ്ങളെ ആത്മവിശ്വാസത്തിന് മതിയായ കാരണങ്ങളുണ്ടല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ പൊതുവായ സ്ഥിതി പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ തന്നെ LDFന് ആത്മവിശ്വാസം പകരുന്ന ഒന്നാണ്. അപ്പം അതിൻ്റെ ഭാഗമായി കൂടുതൽ സീറ്റുകളോടെ ജനങ്ങൾ LDFനെ സ്വീകരിക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അഴിമതി ഏറ്റവും കുറഞ്ഞ നാട് എന്ന പ്രത്യേകത നമ്മുടെ നാട് നേടിയിട്ടുണ്ട്. ആ മാറ്റത്തിന് LDFൻ്റേതായ ഒരു പങ്കുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ ഓരോ രംഗവും എടുത്ത് പരിശോധിച്ചാൽ അത് കാണാൻ കഴിയല്ലോ. വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം, ഇതിലൊക്കെ അത്ഭുതാവഹമായ മാറ്റങ്ങളിലേ ഉണ്ടായിട്ടുള്ളത്. രാജ്യത്തിനാകെ മാതൃകയായി മാറിയ അതിദാരിദ്ര്യമുക്ത പദ്ധതിയുടെ പേരിൽ വ്യാജപ്രചരണമാണ് മലയാള മനോരമ നടത്തിയത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പാളിപ്പോയതുകൊണ്ട് സർക്കാർ 2ാം ഘട്ടവുമായി വരുന്നു എന്ന പ്രതീതിയുണ്ടാക്കാൻ ശ്രമിച്ച മലയാള മനോരമയെ മുഖ്യമന്ത്രി ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്. മലയാളത്തിലെ ഏറ്റവും വലിയ വാർത്താപത്രം എന്നാണ് മലയാള മനോരമയെ അവകാശപ്പെടാറുള്ളത്. ആ പത്രം ജനുവരി 5-ന് ഒരു പ്രധാന തലക്കെട്ടോടുകൂടി പുറത്തിറങ്ങി. ആ തലക്കെട്ട് ഇതായിരുന്നു: അപ്പോൾ അന്ന് പറഞ്ഞതോ. ഇത് അങ്ങനെ ആയില്ലെന്നും വ്യാപകമായ വിമർശനങ്ങൾക്ക് പിന്നാലെ സർക്കാർ പുതിയ പദ്ധതിയായി വരുന്നുവെന്നുമാണ് മനോരമയുടെ പുതിയ കണ്ടെത്തൽ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം പാളിപ്പോയതുകൊണ്ട് സർക്കാർ 2ാം ഘട്ടവുമായി വരുന്നു എന്ന വ്യാജ പ്രതീതി ഉണ്ടാക്കാനാണ് ശ്രമിച്ചത്. അത്തരമൊരു പദ്ധതിയെ കരിവാരി തേക്കുന്നത് ഏതുതരം മാധ്യമ പ്രവർത്തനമാണ്? ജനങ്ങൾക്കെതിരായ രാഷ്ട്രീയ ലക്ഷ്യമാണ്. ഇത്തരം സമീപനമാണ് ചില മാധ്യമങ്ങൾ വെനസ്വേലയുടെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വീകരിക്കുന്നതെന്നും മുഖ്യമന്ത്രി ഓർമ്മിപ്പിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.